ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വല വീശി പൊടിമീനെ പിടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുന്നതാണ്. നമുക്ക് കോട്ടയത്തുള്ള വടവാതൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നൊരു കുഞ്ഞ് മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കെട്ടിയും പറയും വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ പടച്ചേരുത് ചെറിയ പരലാണ് കിട്ടുന്നത്. വയമ്പും പരലുമാണ് വീശി കിട്ടുന്നത്. എന്തായാലും നമുക്കൊന്ന് വീശി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലോ. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി, അത്രയേ ഉള്ളൂ. നമ്മൾ ശ്രമിച്ച് നോക്കുന്നു. കിട്ടിയാൽ തന്നെ വയമ്പായിരിക്കും കൂടുതൽ കിട്ടുന്നത്. ചെറിയ തരം വയമ്പാണ്. വയമ്പ് വലിയതാകുന്ന മീനല്ലോ, നമ്മുടെ ചെറുവിരലിൻ്റെ വലിപ്പമേ ആകുള്ളൂ. അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ചെറിയ ചൂണ്ടുവിരലിൻ്റെ വലിപ്പമാകുന്നതാണ് വയമ്പ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, വറക്കാനും തീരെ വെക്കാനും ഒക്കെ വളരെ ടേസ്റ്റുള്ള മീനാണ്. വളരെ രുചികരമായ മീനാണ്. ഈ മഴക്കാലത്ത് പുതുമഴ പെയ്യുമ്പോഴും അതുപോലെ ഈ മോട്ടോർ വരെ വെള്ളം വരുന്ന സമയത്തൊക്കെയാണ് വയമ്പ് കിട്ടാറ്. എന്തായാലും നമുക്കൊന്ന് വീശി നോക്കാം, എന്ത് നടക്കുമെന്നറിയത്തില്ല. മീനുണ്ട്, രാവിലെയൊക്കെ ആൾക്കാർക്ക് കിട്ടിയിരുന്നതാണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും പൊടിവലയാണ്, തീരെ പൊടിയ വലയാണ് കേട്ടോ. തീരെ കണ്ണടഞ്ഞ പൊടിവലയാണ്. ഈ വല എടുക്കുന്ന രീതിയിലാണ് 3 പക്കമായിട്ടാണ് വല എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് കൈ പിടിക്കുക. അതിനുശേഷം അതൊക്കെ നോക്കി നിന്ന് മീൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേറെ ചെറുതായിട്ടൊന്ന് കറക്കിയിട്ടാൽ മതി. വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്തായാലും വീശി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, കൊടുത്തേക്കാം. അപ്പം വീശൊക്കെ ഓക്കെ ആയിരുന്നു. വീശിൻ്റെ ഭാഗത്തൊക്കെ വലിയ പ്രശ്നമില്ല. നിലവിൽ വലിയ താഴ്ചയൊന്നുമില്ല. പൊടിമീൻ ഒരുപാട് താഴുകയും വേണ്ട, വീശുമ്പം തന്നെ വലിച്ചെടുക്കാൻ പറ്റും. നല്ല ഒഴുക്കുണ്ട്, പട്ടിയും പറയാൻ വെച്ചേക്കുന്നതുകൊണ്ടാണ്. വയമ്പ് നല്ല ടേസ്റ്റുള്ള മീനാണ്. വയമ്പും പരലുമാണ് സാധാരണ കിട്ടാൻ ചാൻസ്, വേറെ മീനുകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പടശേഖരത്തു നിന്നുള്ള പെട്ടിയും പറയാണ്. നമുക്ക് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ട്. വയമ്പാ കൂടുതൽ. എന്തായാലും ഒരു കുറുവാപ്പരലും ഉണ്ട്, അതിന് കുറുവ ഉണ്ട്. അത്യാവശ്യം കൊള്ളാം. അത് വലിയ നഷ്ടമില്ലാത്ത വീശായിരുന്നു. നമ്മൾ ആ മീൻ വെക്കുന്ന പെട്ടിക്കകത്തോട്ടാണ് ഇടുന്ന വല. അല്ലെങ്കിൽ പെറുക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോന്ന് വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറേയേറെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഇഷ്ടംപോലെ മീൻ കിട്ടും, അത് കണ്ടമാനം മീൻ കിട്ടുന്നതാണ്. ഈ വയമ്പെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടാണ് വരുന്നത്. വയമ്പ് ഒറ്റപ്പെട്ടല്ല വരുന്നത്, കൂട്ടമായിട്ട് വരുന്നതാണ്. നന്നായിട്ട് കിട്ടുന്നതാണ്. വല കുറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ മീൻ പിടയ്ക്കുന്നത്. ആ ഒരു പെട്ടിയൊക്കെ നിറച്ച് മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു മഴയും കൂടെ പാറ്റുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടമാനം കയറി വരും വയമ്പ്. രുചികരമായ മീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ ഇനി നിങ്ങളുടെ കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വയമ്പ് വറക്കുന്നതിൻ്റെയും പീര വെക്കുന്നതിൻ്റെയും വീഡിയോ തുടർന്നിടുന്നതായിരിക്കും. എല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.